എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഭാഗവത മഹാപുരാണത്തിലെ കഥ കേട്ടാലോ? ജയവിജയന്മാർക്ക് ശാപം ലഭിച്ച കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ജയവിജയന്മാരെന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരാണ് ജയനും വിജയനും. ഒരിക്കൽ സനകാദി മഹർഷിമാർ അവർ വൈകുണ്ഠത്തിലെത്തി, ഭഗവാനെ ദർശിക്കാനായിട്ട് വൈകുണ്ഠത്തിലെത്തി. സനകാദികൾക്ക് എന്നും ചെറുപ്പമാണ്, 5 വയസ്സ് പ്രായം മാത്രമേ തോന്നിക്കുള്ളൂ. അവർ വസ്ത്രം ധരിക്കാറില്ല. അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് വന്ന അവരെ ജയവിജയന്മാർ തടയുകയാണ്. ഭഗവാനെ കാണാൻ അനുവദിക്കുന്നില്ല. ഇതറിഞ്ഞ ഇതുകൊണ്ട് തന്നെ സനകാദികൾക്ക് ദേഷ്യം വരികയാണ്. 4 മഹർഷിമാരാണ് സനകാദികൾ. ഇവർക്ക് ദേഷ്യം വരികയും ജയവിജയന്മാരെ ശപിക്കുകയും ചെയ്യാണ്. നിങ്ങൾ ഹരിസാമീപ്യത്തിന് യോഗ്യരല്ലെന്നും ഭൂമിയിൽ പോയി അസുരന്മാരായി ജന്മമെടുത്തോളൂ എന്നും പറഞ്ഞവരെ ശപിക്കുകയാണ്. അങ്ങനെ അസുരന്മാരായിട്ട് ജനിക്കാൻ വേണ്ടി ഇവർ ഭൂമിയിലേക്ക് താഴേക്ക് പതിക്കുകയാണ്, ഭൂമിയിലേക്ക് വീഴാണ് വൈകുണ്ഠത്തിൽ നിന്നും. അതുപോലെ 3 ജന്മങ്ങൾക്കുള്ളിൽ തന്നെ മോക്ഷം ലഭിച്ച് ഭഗവാന്റെ അടുത്ത് തിരികെ എത്താൻ സാധിക്കട്ടെ എന്ന് ശാപമോക്ഷവും കൊടുക്കുന്നുണ്ട് സനകാദി മഹർഷിമാർ. ജയനും വിജയനും അങ്ങനെ ദിതിയുടെ മക്കളായിട്ട് ഹിരണ്യാക്ഷൻ എന്നും ഹിരണ്യകശിപുവും എന്നും പേരിൽ അവതരിക്കുകയാണ്. അതായത് ഇവർ ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും നേതാക്കന്മാരായിട്ടാണ്, അല്ലെങ്കിൽ രാജാക്കന്മാരായിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അങ്ങനെ രസാതലത്തിൽ നിന്നും ഭൂമിയെ ഉയർത്താനായിട്ട് ഭഗവാൻ വരാഹമൂർത്തിയായിട്ട് അവതരിക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നിന്ന ഹിരണ്യാക്ഷനെ വധിക്കുന്നുണ്ട്. അതുകൂടാതെ ഹിരണ്യകശിപുവിൻ്റെ വധം എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ടാണല്ലോ ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്. അതായത് ഹിരണ്യകശിപുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ ഭഗവാന്റെ ഉത്തമോത്തമനായിട്ടുള്ള ഭക്തനാണ്. അങ്ങനെ ആ കുട്ടിയെ വധിക്കാനായിട്ട് പിതാവായ ഹിരണ്യകശിപു പലതവണ ശ്രമിക്കുന്നുണ്ട്. അതായത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചതുകൊണ്ട്, നാരായണ നാമം ജപിച്ചതുകൊണ്ട് സദാ അവനെ ഉപദ്രവിക്കാനും വധിക്കാനും പലതവണ കിങ്കരന്മാരെ വിട്ടും വിഷം കൊടുത്തും അല്ലാതെയും സ്വയം താൻ തന്നെ അതിനിറങ്ങി തിരിച്ചൊക്കെ പലതവണ ശ്രമിക്കുന്നുണ്ട്. അവസാനം ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചിട്ട് ഹിരണ്യകശിപുവിനെ വധിക്കുകയാണ്. കഥയെല്ലാം അറിയാമല്ലോ, നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം. അങ്ങനെ ആ ജന്മങ്ങളിലെ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായിട്ട് വന്ന ജയവിജയന്മാരെ ഭഗവാൻ വധിച്ചുകൊണ്ട് അവർക്ക് മോക്ഷം കൊടുക്കുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ അവർ രാവണനും കുംഭകർണനുമായിട്ടാണ് ജനിക്കുന്നത്. രാവണൻ്റെയും കുംഭകർണൻ്റെയും കഥയൊക്കെ അറിയാമല്ലോ. അവിടെയും ഭഗവാൻ ശ്രീരാമ അവതാര സമയത്ത് ഇവരെ 2 പേരെയും വധിച്ചുകൊണ്ട് അവർക്ക് മോക്ഷം നൽകുന്നുണ്ട്. അടുത്ത ജന്മത്തിൽ അവർ ശിശുപാലനും ദന്തവക്ത്രനുമായിട്ടാണ് ജനിക്കുന്നത്. അവരെയും വധിച്ചുകൊണ്ട് ഭഗവാൻ അവർക്ക് മോക്ഷം കൊടുക്കുകയാണ്. ഇതെല്ലാം യുധിഷ്ഠിരൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് നാരദമുനി പറഞ്ഞ കഥയാണ്. അതായത് സർവരുടെയും മുന്നിൽ വെച്ചാണ് ശിശുപാലനെ ശ്രീകൃഷ്ണൻ വധിക്കുന്നത്. എന്നിട്ടും ശിശുപാലൻ്റെ ആത്മാവ് ഭഗവാനിൽ ലയിക്കുന്നതായിട്ടാണ് എല്ലാവരും കാണുകയാണ്. എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് ശിശുപാലൻ്റെ ആത്മാവ് ഭഗവാനിൽ ലയിക്കുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ധർമ്മപുത്രർക്ക് സംശയമായി. കാരണം സംസാരിക്കുന്ന കാലം മുതൽക്കേ ഇവർ 2 പേരും, ശിശുപാലനും സഹോദരനും, സദാ ഭഗവാനെ ദ്വേഷിക്കുന്നതാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇവർക്ക് നരക തുല്യമായിട്ടുള്ള ഒരു ജന്മമോ അല്ലെങ്കിൽ നരക ജീവിതമോ ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. എന്നിട്ടും ഇവർക്ക് എങ്ങനെ ഭഗവാനിൽ ലയിക്കാൻ സാധിച്ചു? ഇത് വലിയൊരു സംശയം തന്നെയാണല്ലേ. സാധാരണ വിഷ്ണു ഭക്തരായിട്ടുള്ള ആളുകൾക്ക് പോലും മോക്ഷം കിട്ടാൻ ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നിട്ടും ദുഷ്ടബുദ്ധികളായ ഇവർക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ മോക്ഷം ലഭിച്ചു എന്നുള്ളത് സാധാരണ നമ്മുടെ എവരുടെയും സംശയം തന്നെയാണ്. ഇതിന് നാരദ മഹർഷി വളരെ രസകരമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയവിജയന്മാരുടെ ശാപത്തിൻ്റെ കഥകൾ പറയുന്നതും. അതുമാത്രമല്ല, നമ്മൾ മനുഷ്യർക്കാണ് രാഗദ്വേഷങ്ങളെല്ലാം ഉള്ളത്. അതായത് ഒരാൾ എന്നെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെയുള്ള ചിന്തകൾ സാമാന്യമായിട്ടും നമുക്ക് മനുഷ്യർക്കാണ് കൂടുതലായിട്ട്. കാരണം നമ്മളിൽ മനസ്സിൻ്റെ ആധിപത്യം കൂടുതലാണ്.
സങ്കടങ്ങളും ദുഃഖങ്ങളും രാഗദ്വേഷങ്ങളും എല്ലാം നമ്മളിൽ അധികരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ വേദനിപ്പിച്ചു, മറ്റുള്ളവർ ബഹുമാനിച്ചില്ല എന്നെല്ലാം നമുക്ക് അങ്ങനെയുള്ള തോന്നലുകൾ കൂടുതലായിട്ട് നമ്മളിൽ കാണുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ഭഗവാന് രാഗദ്വേഷങ്ങളൊന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, ഭഗവാന് നിന്ദ്യനെന്നോ വന്യനെന്നോ എന്നുള്ള വ്യത്യാസമില്ല. ദേവനെന്നോ അസുരനെന്നോ മാനവനെന്നോ മൃഗമെന്നോ എന്നുള്ള യാതൊരു ഭേദവും ഭഗവാനില്ല. ഭഗവാന്റെ സർവചരാചരങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാ സൃഷ്ടികളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, എല്ലാ സൃഷ്ടികളും ഭഗവാനിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്നോ നീ എന്നോ ഒരു ഭേദം ഭഗവാനില്ല. എന്നെ ദ്വേഷിക്കുന്നത് കൊണ്ട് ദേഷ്യമോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് സന്തോഷമോ ഭഗവാനില്ല. എല്ലാം ഭഗവാൻ ഒരുപോലെയാണ് കാണുന്നത്. ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭക്തർ സദാ സ്നേഹം കൊണ്ട് സ്മരിക്കുന്നുണ്ടെങ്കിൽ, മഹർഷിമാർ ഭക്തി കൊണ്ട് സ്മരിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ശത്രുഭാവത്തിൽ സ്മരിക്കുന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ ഭഗവാനെ സ്മരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു സ്മരണ കൊണ്ട് പോലും ഭഗവാൻ അവർക്കെല്ലാം മോക്ഷം നൽകുകയാണ്. അതായത് ഇതാണ് വിരോധഭക്തി എന്ന് പറയുന്നത്. രാവണനും കുംഭകർണനും അതുപോലെ ഇത് ജയവിജയന്മാരുടെ 3 ജന്മങ്ങളിലെയും ആ ഒരു മോക്ഷം ഭഗവാൻ നൽകി അനുഗ്രഹിച്ചത് ഈ ഒരു വിരോധഭക്തി കൊണ്ടായിരുന്നു. ഇവിടെ ദ്വേഷഭാവത്തിലാണെങ്കിലും അവരും ഭഗവാനെ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ സ്മരണ കൊണ്ട് പോലും ഇവർക്ക് മോക്ഷം ലഭിച്ചുവെങ്കിൽ നാം ഓരോരുത്തരും ഭഗവാനെ നാമസങ്കീർത്തനം കൊണ്ടും ഭക്തി കൊണ്ടും മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടും തന്നെ നമ്മൾ എത്രയേറെ ഭാഗ്യം ചെയ്തവരാണ്. അതിനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് നൽകുന്നില്ലേ? ആ ഭാഗ്യത്തെ ഓരോ നിമിഷത്തെയും സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ജപങ്ങൾ ചെയ്തുകൊണ്ട്, നാമസങ്കീർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനിലേക്ക് ഉയരാൻ സാധിക്കും. പ്രത്യേകിച്ചും കലികാലത്തിൽ. കാരണം 4 യുഗങ്ങളിലും ഏറ്റവും ഭഗവാനെ നേടാൻ അത്യുത്തമമായിട്ടുള്ള എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് കലിയുഗത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കുമെന്ന് തന്നെ കരുതല്ല, നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നാമം ജപിക്കാൻ സാധിക്കട്ടെ, ഭഗവാനെ സ്മരിക്കാൻ സാധിക്കട്ടെ. ഇനി നാമം ജപിക്കാനുള്ള സമയം കിട്ടുന്നില്ല, അങ്ങനെ പല എക്സ്ക്യൂസസ് ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് ജോലി ചെയ്യുന്നതിനിടയിലും അതുപോലെ യാത്രകൾക്കിടയിലും ഭഗവാനെ സ്മരിക്കാലോ, ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കാലോ, ഇതുപോലെയുള്ള സത്സംഗങ്ങൾ കേൾക്കാലോ. അപ്പോൾ അതിനെല്ലാം നമുക്ക് സാധിക്കും. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ മാത്രം മതി. അതിനുള്ള വഴി എല്ലാവർക്കും ഭഗവാൻ നൽകും. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയൂ കേട്ടോ. അതുപോലെ ഈ വീഡിയോസിൻ്റെ എല്ലാം അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭക്തിരസം ഉള്ള കഥകളാണോ വേണ്ടത്, എന്താണ് ഇനി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ കമൻറ്റായിട്ട് പറയൂ. അപ്പോൾ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.